നമ്മൾ ഇന്ന് കാണിക്കാം എവിടെയാ പോണേ. സർപ്രൈസ്. എവിടെയാ പോണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് കാണാം. നീ എവിടെയാ പോണേ? എവിടെയാ പോണേ? ഇത് വല്ലാത്ത മെനക്കേടാണ് സാർ. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് അല്ല? എന്താണ്? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? എവിടെയാ പോണേ? അല്ല, നമ്മള് കാണിക്കും. സർപ്രൈസ് ആണ്. സർപ്രൈസ്. നമ്മള് കാണിക്കാട്ടോ. അതുവരെ വെച്ച് അവിടെ എത്തിയിട്ട് കാണിക്കാം. ടൈഗർ ലയനോ? ആണോ? പുറത്തിട്ട് റോഡല്ലേ അവിടെ ഇവിടെ ലയനും ടൈഗറും കാണുന്നേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ആനിമൽസ് ഒന്നും കാണൂല ബാബേ. മങ്കിയും കാണൂല. എന്താ നോക്കണേ? എന്താ നോക്കണേ? ഡൈപ്പർ ഇടാറില്ല, ഓൺലി പാൻറ്റീസ് ഇടാറുള്ളൂ. പെട്ടെന്ന് വേഗം ചെയ്യല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അവിടെ ചെന്ന് കാണും. പറ. അവിടെ പോയി കാണും. ചൈനീസ് അല്ല, മലയാളം. എന്നാ ചൈനീസ് പറഞ്ഞേ. ഇപ്പൊ മോഗ്ലിയാ മോഗ്ലി. ഇപ്പൊ മോഗ്ലി എന്താ വന്നു കൂടെ? നമ്മൾ ഇന്ന് തേരപ്പാലം നടക്കണേ.
അപ്പം നമ്മൾ എത്താറായിട്ടോ. ഇതാ കണ്ടോ, നമ്മൾ മറീന ബേ സാൻഡ്സിലെത്തിയ ഇതാണ് സിംഗപ്പൂർ ഫ്ലൈയർ, പിന്നെ മറീന ബേ സാൻഡ്സ്, പിന്നെ ഫ്ലവർ ഡോം ഉണ്ട്. എല്ലാം നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം ഇതിന് ഈ ഏരിയയിലാണ് കവർ ആവണേ. അപ്പം നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മളിത് ഓൾമോസ്റ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പുത്തിരിയായിട്ട് തോന്നത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, അത് വേറെ കാര്യം, അത് നമുക്കൊന്നും രക്ഷയില്ല. സീ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാൻ. വൈകുന്നേരമൊക്കെ ആവണം കുറച്ചൊന്ന് ഇതാവാൻ, എന്നാലും രാത്രിയും ചൂടായി. പിന്നെ നമ്മുടെ ഫ്ലവർ ഡോമുണ്ട്. പിന്നെ നമ്മൾ കാണാൻ വന്നേക്കണെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ നാഷണൽ ഡേൻ്റെ റിഹേഴ്സൽ കാണാൻ വേണ്ടി വന്നേക്കോ. നാഷണൽ ഡേക്ക് പിന്നെ ഒട്ടും അടുക്കാൻ പറ്റത്തില്ല. ഓഗസ്റ്റ് 9 സിംഗപ്പൂരിൻ്റെ നാഷണൽ ഡേ. അപ്പം നമുക്ക് ഒട്ടും അടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് റിഹേഴ്സൽ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഹെലികോപ്റ്ററൊക്കെ പോകണേ, പിന്നെ ജെറ്റും പോകുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടി, ഓരോരോ ടൈമാണ്. പിന്നെ നമ്മുടെ ഫയർ വർക്ക്സ്, ഇതാണ് നമ്മുടെ ഹിറ്റായിട്ടുള്ള ഫയർ വർക്ക്സ് കേട്ടോ. നമ്മൾ ഇത് കാണാൻ വേണ്ടിയാണ് സ്പെഷ്യലി ഇവിടെ വന്നത്, ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി. ഇത് കുറേ ഒരു പിക്നിക് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. രാത്രി എല്ലാവരും ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇതൊക്കെ കാണുക, എൻജോയ്മെൻറ്റ് ഫുള്ളായിരിക്കും. ഫുഡ് എല്ലാം പിക്നിക്കായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. പിന്നെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാട്ടോ. പിന്നെ വാവയ്ക്ക് അത് പേടിയാണ് ഫയർ വർക്ക്, അതുകൊണ്ട് ചെവി പൊത്തി അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ നല്ലതായിട്ട്, പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് നല്ല എൻജോയ്മെൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് പോയി ഇത് 5 മിനിറ്റ്സ് ഗ്യാപ്പ് വെച്ചിട്ടാണ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് കുറച്ച് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി, അവൾക്കൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം അവൾ കണ്ടു. അങ്ങനെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയി. അതായിരുന്നു നമ്മുടെ ഇന്ന് കഥ. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും തെല്ലാണ് അവിടെ. എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു, ഭയങ്കര തെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ തിരിച്ചു പോകാൻ പറ്റില്ല. ട്രെയിനിലിരുന്ന് എന്താ പറയുക, എൻഡിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ ഒട്ടും രീതിയിലാണ്. ഈ ഫയർ വർക്ക്സ് നാഷണൽ ഡേക്കും പിന്നെ ന്യൂ ഇയറിനും ഫയർ വർക്ക്സ് കാണും കേട്ടോ. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഫയർ വർക്ക്സ് സിംഗപ്പൂരിൽ. അപ്പോൾ ന്യൂ ഇയറിനും നാഷണൽ ഡേക്കും ഭയങ്കരമായിട്ട് ഇവിടെ അടിച്ചു പൊളിക്കും ഫയർ വർക്ക്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ദീപാവലിക്കൊന്നും നമുക്ക് ഇവിടെ ഫയർ വർക്ക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പെർമിഷൻ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫയർ വർക്ക്സ്. നമുക്ക് വിഷു അങ്ങനത്തെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ ഇവിടെ ഫയർ വർക്ക്സ് എല്ലാം ഉള്ളത് ഗവൺമെൻറ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദീപാവലിക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് പെർമിഷൻ എടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു നിയമം. അപ്പം അങ്ങനെ നമ്മൾ ഫയർ വർക്ക്സൊക്കെ കണ്ട് മടിയൊക്കെ പിടിച്ച് വീട്ടിലോട്ട് ഇപ്പോൾ പോവുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും. ഈവനിങ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സംഭവം. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഉമ്മ. അപ്പം നമ്മുടെ ഫയർ വർക്ക്സ് ഒക്കെ തീർന്നു കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് ഒട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര തെല്ലായി കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റി പിടിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. ബൈ, ലവ് യു ഓൾ ഉമ്മ.
അപ്പോൾ ഇതാണ് കേട്ടോ സിംഗപ്പൂർ നാഷണൽ ഡേൻ്റെ റിഹേഴ്സൽ. അപ്പം നമ്മൾ വീട്ടിൽ പോവാ. ബൈ, ലവ് യു ഓൾ ഉമ്മ.
ഇത് കണ്ടിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ നാഷണൽ ഡേൻ്റെ റിഹേഴ്സൽ കാണാൻ ആദ്യത്തെ പ്രാവശ്യം വരുന്നത്. എല്ലാവരും ക്യാമറ എടുത്തിട്ട് നിൽക്കുക. കുറച്ചൊക്കെ എടുക്കാൻ പറ്റുമല്ലോ, പക്ഷെ അടിപൊളിയായിരുന്നു. നല്ലതായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്തു. ഒരു ഈവനിങ് വ്ളോഗായിട്ട് തന്നെ കണക്കാക്കി വീഡിയോ എടുത്തത് ഞാൻ. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വിചാരിച്ചു. അപ്പം നമുക്ക് ഇനി അടുത്ത നാഷണൽ ഡേക്ക് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ തന്നെ എടുത്തു വെച്ചതാട്ടോ.